19 വർഷത്തെ തുടർച്ചയായ വലതുപക്ഷ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഈ മാസം 4-ാം തീയതി നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇംഗ്ലണ്ടിൽ ഇടതുപക്ഷ പാർട്ടിയായ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത് മുസ്ലിങ്ങൾക്ക് വലിയ സന്തോഷത്തിന് വക നൽകുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഇംഗ്ലണ്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ കൂടെ നിലകൊള്ളുവാൻ നിർബന്ധിതരായ ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഗാസയിലെ ബോംബ് വർഷം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്ന സർ കീർ സ്റ്റാമർ. വ്യക്തവും പ്രകടവുമായ ഇടതുപക്ഷ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള ലേബർ പാർട്ടിയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. 650 അംഗങ്ങളുള്ള ബ്രിട്ടീഷ് പാർലമെന്റിൽ 411 സീറ്റുകൾ നേടിയാണ് സർ കീർ സ്റ്റാമർ പ്രധാനമന്ത്രിയായി ഇന്നലെ അധികാരമേറ്റെടുത്തിട്ടുള്ളത്. വലതുപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇന്ത്യക്കാരനായ പ്രധാനമന്ത്രി ഋഷി സുനാക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സർ കീർ സ്റ്റാമർ ഈ പദവിയിൽ എത്തുന്നത്. കഴിഞ്ഞ 19 വർഷമായി ഇംഗ്ലണ്ട് അടക്കി ഭരിച്ചിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് 121 സീറ്റുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എന്ന് മാത്രമല്ല 12ഓളം ക്യാബിനറ്റ് മന്ത്രിമാർ ഇലക്ഷനിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് 3 പ്രധാനമന്ത്രിമാരെ കാണുവാൻ ഇംഗ്ലണ്ടിന് ദുര്യോഗമുണ്ടായി. ഇംഗ്ലണ്ട് യൂറോപ്യൻ യൂണിയനിൽ ചേരണമോ വേണ്ടയോ എന്നുള്ള വിവാദവുമായി ബന്ധപ്പെട്ടാണ് പല പ്രധാനമന്ത്രിമാരും അധികാരമൊഴിയാൻ നിർബന്ധിതരായത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ താൽപ്പര്യമുള്ള ആളുകളായി ബ്രിട്ടീഷുകാരെ കണക്കാക്കുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 60% ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ രാഷ്ട്രീയ ഭ്രാന്തുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ശതമാനം അല്പം കുറവാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾക്ക് അത്ര വലിയ ആവേശം ജനങ്ങൾ കാണിക്കാറില്ല എന്ന് നോക്കുമ്പോൾ 60% ഉയർന്ന വോട്ടിംഗ് ശതമാനമാണ്. പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സർ കീർ സ്റ്റാമർ നടത്തിയ ആദ്യത്തെ പ്രഭാഷണത്തിൽ താൻ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രസംഗിച്ചത് മുതലാളിമാരെ ഞെട്ടിച്ചിട്ടുണ്ട്. എപ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള ഇംഗ്ലണ്ടിലെ ലേബർ പാർട്ടി മുതലാളിമാരുടെയും വ്യവസായികളുടെയും പേടി സ്വപ്നമായിരുന്നു. ഇംഗ്ലണ്ടിൽ തൊഴിലാളികൾക്ക് ഉയർന്ന കൂലി കിട്ടുന്നതും കുടിയേറ്റക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നതും ഈ രാജ്യത്തിലുള്ള ഉയർന്ന ശമ്പളവും ഉയർന്ന ആനുകൂല്യങ്ങളും നൽകുന്ന രീതിയാണ്. ഇംഗ്ലണ്ടിലെ പല തൊഴിലാളികളും കാറിലാണ് വരുന്നത്. മുതലാളിയുടെ കാർ ഡ്രൈവ് ചെയ്യുവാൻ സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് വരുന്ന ബ്രിട്ടീഷ് ഡ്രൈവർമാരെക്കുറിച്ച് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. ലണ്ടൻ നഗരത്തിലാണ് കീർ സ്റ്റാമർ ജനിച്ചത്. പഠനത്തിൽ മിടുക്കനായതുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രാമർ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. ലാറ്റിൻ ഗ്രാമറും ഗ്രീക്ക് ഗ്രാമറും ധാരാളമായി പഠിപ്പിക്കുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് ഗ്രാമർ സ്കൂളുകളിൽ പഠിക്കുവാൻ സാധിക്കുകയുമില്ല. കടുകട്ടിയായ സിലബസുള്ള ഗ്രാമർ സ്കൂളുകളിൽ മിടുക്കന്മാർ മാത്രമേ ചേരാറുള്ളൂ. സാധാരണ വിദ്യാർത്ഥികൾ ടെക്നിക്കൽ സ്കൂളുകളിലാണ് പഠിക്കുക. അത്തരം സ്കൂളുകളിൽ പഠിച്ചാൽ ബുദ്ധിജീവിയായി മാറുവാൻ പറ്റുകയില്ലെങ്കിലും ഡോക്ടറും എഞ്ചിനീയറുമായി മാറുവാൻ സാധിക്കുമെന്നുള്ളത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ടെക്നിക്കൽ സ്കൂളുകളിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ ചില കുട്ടികൾക്ക് ഗ്രാമറും പഠിക്കാൻ പറ്റുകയില്ല, സയൻസും പഠിക്കാൻ പറ്റുകയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അത്തരം കുട്ടികളെ നിർബന്ധിച്ച് സയൻസ് പഠിപ്പിക്കുന്ന രീതി ഇംഗ്ലണ്ടിലില്ല. അവർക്ക് വേണ്ടി പ്രത്യേകമായ തരം സ്കൂളുകൾ ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അവയെ മോഡേൺ സ്കൂളുകൾ എന്ന് പറയുന്നു. മോഡേൺ സ്കൂളുകളിൽ സംഗീതവും നൃത്തവും അതുപോലെയുള്ള കലാവിഷയങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പൊട്ടന്മാർക്ക് എളുപ്പത്തിൽ അവ പഠിച്ചെടുക്കുവാനും ആട്ടവും പാട്ടവുമായി ആസ്വദിക്കുവാനും സാധിക്കും. സർ കീർ സ്റ്റാമറുടെ അച്ഛൻ ഒരു എഞ്ചിനീയറും അമ്മ ഒരു നഴ്സുമായിരുന്നു. ചെറുപ്പത്തിലെ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ലേബർ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവാകുകയും ചെയ്തു. നല്ലപോലെ ഫ്ലൂട്ട് വായിക്കുവാനും പിയാനോ വായിക്കുവാനും വയലിൻ വായിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ നിയമവിരുദ്ധമായ ഐസ്ക്രീം വിൽപ്പനയ്ക്ക് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും പ്രായം കുറവായതുകൊണ്ട് ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് അദ്ദേഹം ഒരു ലോ കോളേജിൽ ചേരുകയും അഭിഭാഷകനായി മാറുകയും ചെയ്തു. ഗവൺമെൻറ് വക്കീലായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഗവൺമെൻറ് വക്കീലിനെ ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മനുഷ്യാവകാശ ഉപദേശകനായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ലേബർ പാർട്ടിയിൽ ശക്തമായ മുതലാളിത്ത വിരോധം ഉള്ളവരും മുതലാളിമാരുമായി ലോകത്തിൽ പോകണമെന്നുള്ള അഭിപ്രായക്കാരുമുണ്ട്. ഇത്തരത്തിൽ സോഫ്റ്റായ ഇടതുപക്ഷത്തിലാണ് കീർ സ്റ്റാമർ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത കാലത്തായി അദ്ദേഹം കൂടുതലായി മുതലാളിത്തത്തെ സപ്പോർട്ട് ചെയ്യുകയും രാജ്യത്ത് സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
പല രാഷ്ട്രീയ നിരീക്ഷകരും ഇംഗ്ലണ്ടിലെ ഇടതുപക്ഷം സെൻട്രിസ്റ്റ് ആണെന്ന് കുറ്റപ്പെടുത്തുന്നത് കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിക്ടോറിയ അലക്സാണ്ടർ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകയാണ്. ഒരുമിച്ച് ഒരു കേസ് നടത്തിയപ്പോഴാണ് അവർ പരസ്പരം പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലാവുന്നതും കല്യാണം കഴിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൂതമത വിശ്വാസിയാണ്. അതുകൊണ്ട് 2 കുട്ടികളെയും ജൂതമത ആചാരപ്രകാരമാണ് വളർത്തിയെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. കീർ സ്റ്റാമറും ഒരു വെജിറ്റേറിയൻ ആണെങ്കിലും മത്സ്യം കഴിക്കാറുണ്ട്. ഒറീസയിലെ ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കൾ വെജിറ്റേറിയൻസ് ആണെങ്കിലും മത്സ്യം കഴിക്കുമെന്ന് നമുക്കറിയാം. മത്സ്യം ഒരു വെജിറ്റേറിയൻ ഭക്ഷ്യവസ്തുവാണെന്ന് വിശ്വസിക്കുന്ന പല സംസ്കാരങ്ങളും ലോകത്തിലുണ്ട്. കുട്ടികളെ വെജിറ്റേറിയൻസ് ആയിട്ടാണ് 10 വയസ്സ് വരെ വളർത്തിയത്. എങ്കിലും അവർ ഇപ്പോൾ ചിക്കനും മട്ടണും വേണമെന്ന് ആവശ്യപ്പെടുകയും അവ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളുമായി നല്ല അടുപ്പമുള്ള കീർ സ്റ്റാമർ പ്രധാനമന്ത്രിയാവുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുമായി ഇടപഴകുവാനും അവരുടെ വളർച്ചയെ സഹായിക്കുവാനും പ്രധാനമന്ത്രി പദം ഒരു തടസ്സമാകുമെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. എങ്കിലും പാർട്ടിയുടെ സാഹചര്യം മനസ്സിലാക്കിയാണ് അദ്ദേഹം ദുർഘടവും പ്രയാസമുള്ളതുമായ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത്. എല്ലാ ദിവസവും 6 മണിക്ക് ഞാൻ വീട്ടിൽ പോകുമെന്ന് അദ്ദേഹം ഇപ്പോൾ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. എങ്കിലും പ്രധാനമന്ത്രിക്ക് 8 മണിക്കും 10 മണിക്കും പോലും വീട്ടിലേക്ക് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ തന്നെ ചെലവഴിക്കണമെന്നും ഭാര്യയുടെ ജൂതമത ആചാരപ്രകാരം ഷബാത്ത് ഡിന്നർ കഴിക്കണമെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. എന്നാൽ ഇനി അതൊക്കെ സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കീർ സ്റ്റാമർ ആണെങ്കിൽ ഒരു നിരീശ്വരവാദിയുമാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് മനസ്സാക്ഷിയുടെ അടിസ്ഥാനത്തിലാണ്. എങ്കിലും ദൈവവിശ്വാസം ധാരാളം ആളുകൾക്ക് ഐക്യവും മനസ്സമാധാനവും നൽകുന്നുണ്ടെന്ന് കീർ സ്റ്റാമർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ദൈവവിശ്വാസം എതിർക്കണമെന്നും മതങ്ങളെ നശിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്ന കേരളത്തിലെ പൊട്ട നിരീശ്വരവാദികളെ പോലെയല്ല ഇംഗ്ലണ്ടിലെ നിരീശ്വരവാദികളെന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം കുടുംബസമേതം ജൂതപ്പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുമുണ്ട്. ഭാര്യയും കുട്ടികളും പള്ളിയിൽ പോകുമ്പോൾ ഒരു ഡ്രൈവറായി അവരുടെ കൂടെ പോകുന്നതും പള്ളിയുടെ അകത്ത് കയറി അല്പസമയം കണ്ണടച്ചിരിക്കുന്നതും തെറ്റായി അദ്ദേഹം കണക്കാക്കുന്നില്ല. എങ്കിലും അദ്ദേഹം ഉറച്ച നിരീശ്വരവാദിയുമാണ്. കേരളത്തിലെ കട്ട നിരീശ്വരവാദികളായ ആരിഫ് ഹുസൈൻ തിരുവത്തും ജബ്ബാർ മാഷും ഇടയ്ക്ക് പള്ളിയിൽ വന്ന് അല്പസമയം നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അവരുടെ നിരീശ്വരവാദം ഒലിച്ചു പോകുമോ എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം കൂറേണ്ടി വരും. നന്നായി ഫുട്ബോൾ കളിക്കുന്ന കീർ സ്റ്റാമർ വടക്കൻ ലണ്ടനിലെ ഒരു അമേച്ചർ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ അറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ. അദ്ദേഹം എഴുതിയ അറിയപ്പെടുന്ന പുസ്തകങ്ങളാണ് ജസ്റ്റിസ് ഇൻ എറർ, മിസ്കാരേജസ് ഓഫ് ജസ്റ്റിസ്, യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ലോ എന്നിവ. അദ്ദേഹം അടിസ്ഥാനപരമായി കെയ്നേഷ്യൻ എക്കണോമിക്സിൽ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പണക്കാരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കണമെന്നും പാവങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നും രാഹുൽ ഗാന്ധിയെപ്പോലെ കീർ സ്റ്റാമറും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതുപോലെ പണക്കാർക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തണമെന്നും അത്തരത്തിൽ രാജ്യത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുവാൻ ഗവൺമെന്റിന് കൂടുതൽ കാശ് കിട്ടുമെന്നും അദ്ദേഹം സംസാരിക്കാറുള്ളത് മുതലാളിമാരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ആരോഗ്യമേഖല പോലെയുള്ള ഗവൺമെന്റ് ഏജൻസികൾ തുടർന്നും സൗജന്യമായി തന്നെ സേവനം നൽകണമെന്നും അദ്ദേഹം വാശി പിടിക്കുന്നുണ്ട്. എങ്കിലും ആധുനിക മുതലാളിത്തവുമായി യോജിച്ചു പോകുന്ന ഒരാളായി കീർ സ്റ്റാമർ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സോഫ്റ്റ് ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ലേബർ പാർട്ടിയുടെ പതാക ചുവപ്പ് നിറമാണ്. യൂറോപ്പിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും മിക്കവാറും എല്ലാ രാജ്യങ്ങളും ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത് ഇടതുപക്ഷ സംഘടനകളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ അമേരിക്കയിൽ ചുവപ്പ് നിറമുള്ള പതാക ഉപയോഗിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള വലതുപക്ഷ നേതാക്കളുടെ പാർട്ടികളാണ്. അതുപോലെ അർജന്റീനയിലും ബ്രസീലിലും ചുവപ്പ് നിറത്തിന് വലതുപക്ഷം എന്നാണ് അർത്ഥം. ഈ 3 രാജ്യങ്ങളിലും നീല നിറമുള്ള പതാകകളാണ് ഇടതുപക്ഷ പാർട്ടികൾ ഉപയോഗിക്കുന്നത്. ഇംഗ്ലണ്ടിൽ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ ലേബർ പാർട്ടി നേതാവല്ല കീർ സ്റ്റാമർ. ഇതിനു മുമ്പ് അനേകം ലേബർ പാർട്ടി നേതാക്കൾ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം പ്രധാനമന്ത്രിയായ ലേബർ പാർട്ടി നേതാക്കളാണ് ജെയിംസ് കലഗനും ടോണി ബ്ലെയറും ഗോർഡൻ ബ്രൗണും. വളരെയധികം ജനപ്രീതി നേടിയ നേതാക്കന്മാരായിരുന്നു ഈ 3 പ്രധാനമന്ത്രിമാരും. അവരുടെ നിരയിലേക്ക് പുതിയ ഒരു പ്രധാനമന്ത്രി കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്.
ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും രാഷ്ട്രീയത്തിൻ്റെ ചൂണ്ടുപലകയായതുകൊണ്ട് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും മുതലാളിമാർക്ക് ഇന്നലെയും മിനിയാന്നും ഉറങ്ങുവാൻ സാധിച്ചിട്ടില്ല. ഇംഗ്ലണ്ടിൽ ശക്തമായ ഒരു ഇടതുപക്ഷ തരംഗം ഉണ്ടാവുകയാണെങ്കിൽ മുസ്ലിങ്ങളും ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ഇംഗ്ലണ്ടിലേക്ക് ഇരച്ചു കയറുകയും അതിൻ്റെ ഫലമായി ഇംഗ്ലണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറുകയും ചെയ്യുമെന്ന് മുതലാളിമാർ ഭയപ്പെടുന്നു. ഇംഗ്ലണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്യുവാൻ മറ്റുള്ള രാജ്യങ്ങൾക്ക് വലിയ വ്യഗ്രതയാണ് എന്നാണ് ചരിത്രം പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഇപ്പോൾ നടന്നിട്ടുള്ള രാഷ്ട്രീയ മാറ്റം ലോകം മുഴുവൻ മുതലാളിത്തത്തിന് ഒരു ഭീഷണിയാവുകയും സാമ്പത്തിക വളർച്ചയും പെട്ടെന്നുള്ള പുരോഗമനവും തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു.